മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പ്രേക്ഷിത തീക്ഷ്ണതയാൽ ഏവരും നിറയപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ ഇന്ന് മലയാളികളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ജോലിക്കായി കൊണ്ടുപോയിരിക്കുന്നത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതാത് സ്ഥലങ്ങളിൽ ദൈവസ്നേഹം പങ്കുവെക്കുക എന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നമ്മുടേതും നമ്മുടെ കുടുംബത്തിൻ്റേതും മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ നാം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ മുഴുവൻ, ദേശം മുഴുവൻ ദൈവസ്നേഹം പങ്കുവയ്ക്കുക എന്നത് വഴി ഈശോയുടെ ജ്വലിക്കുന്ന സാക്ഷികളായി മാറുക എന്നതാണ് കർത്താവിൻ്റെ സ്വപ്നം. അതിനായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ദുബായ് നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനെ നമുക്ക് ശ്രവിക്കാം. ഈശോയുടെ സൗഖ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരായ നേഴ്സസ്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ വളർത്തുന്നതും തളർത്തുന്നതുമായ, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റേതുമായ, വെൽ ഫീലിങ്ങിൻ്റെയും ഇൽ ഫീലിങ്ങിൻ്റേതുമായ അനുഭവത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എന്നെ പരിഗണിച്ചില്ല, എന്നെ മനസ്സിലാക്കാത്തതിൻ്റെ ദുഃഖം, എന്നെ വേദനിപ്പിച്ചതിൻ്റെ ദുഃഖം, എന്നോട് അനീതി പ്രവർത്തിച്ചതിൻ്റെ ദുഃഖം, എന്നെ പരിഹസിച്ചതിൻ്റെ ദുഃഖം, എന്നെ വഞ്ചിച്ചതിൻ്റെ ദുഃഖം, എന്നെ അമിതമായി ശിക്ഷിച്ചതിൻ്റെ ദുഃഖം, ഇങ്ങനെ മനസ്സിൻ്റെ പരിക്കുകൾ ഓരോ വ്യക്തിയിലുമുണ്ട്. ഇങ്ങനെയുള്ള പരിക്കുകളിൽ നിന്ന് ഒരു വ്യക്തിയിൽ അറിഞ്ഞോ അറിയാതെയോ അപകർഷതാബോധം ഉടലെടുക്കുന്നു, അനാവശ്യമായ ഭയം ഉടലെടുക്കുന്നു. ഇതിൽ നിന്നും ഓരോ വ്യക്തിയും തൻ്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുന്നതിന് താൻ ശക്തനാണോ ശക്തയാണോ എന്ന് സംശയിക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഭയപ്പെടുന്നു, ചില വ്യക്തികളെ ഭയപ്പെടുന്നു, ചില ജീവിത സാഹചര്യങ്ങളെ ഭയപ്പെടുന്നു, ചില സമയങ്ങളെ ഭയപ്പെടുന്നു. അപ്പോൾ മനസ്സിന് ഏറ്റ പരിക്കുകൾ, മുറിവുകൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ അസുഖകരമായ സംഭവങ്ങൾ ഒരു വ്യക്തിയെ ഭയത്തിലേക്ക് അല്ലെങ്കിൽ അപകർഷാബോധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ഇങ്ങനെ ഭയത്തിനും അപകർഷാബോധത്തിനും അനാവശ്യമായി നമ്മൾ ഇരയായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സ് നമ്മോട് ഒരു ഒത്തുതീർപ്പിന് ചോദിക്കുകയാണ്. അതിൽ ആണ് പലരും പലതരത്തിലുള്ള ആസക്തികൾക്ക് അടിമപ്പെടുക. മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ, താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി മനസ്സിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിൽ പലതരം ആസക്തികളിലേക്ക് ഓരോ വ്യക്തിയും വഴുതി വീഴുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിത രംഗം എല്ലാവർക്കുമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നും, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും അളവ് വ്യത്യസ്തമാണ്, അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നും വിളിക്കപ്പെട്ട ഒരു സഹോദരൻ സഹോദരി നേഴ്സായി ആതുര ശുശ്രൂഷാ രംഗത്ത് ജോലി ചെയ്യുമ്പോൾ, ഈശോയുടെ സൗഖ്യ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെടുമ്പോൾ, തനിക്ക് ലഭിക്കുന്ന രോഗിയുടെ ശാരീരികമായ മുറിവുകളും മാനസികമായ മുറിവുകളും ആ തനിക്ക് ലഭിക്കപ്പെടുന്ന രോഗികളും ആ സാഹചര്യങ്ങളുമായി ഈ നിശ്ചയിച്ചിരിക്കുന്ന
നേഴ്സ് കടന്നു വരുമ്പോൾ ഈശോയുടെ മുറിവുകളിൽ സൗഖ്യപ്പെടാതെ നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോകും. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള എല്ലാ ദുഃഖങ്ങളും ഒപ്പിയെടുക്കുവാനാണ് ഈശോ വേദനിച്ചത്, ഈശോ കുരിശേറ്റെടുത്തത്. ഈശോയുടെ കാൽവരിയിലെ കുരിശിൽ നിന്നുമാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും വ്യത്യസ്തങ്ങളായ മുറിവുകൾ, ദുഃഖങ്ങൾ, അതിന് സൗഖ്യം കിട്ടുന്നത്, അതിന് ആശ്വാസം കിട്ടുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവൻ നൽകാനും അത് സമൃദ്ധിയായി നൽകുവാനുമായി വന്ന ഈശോ നമ്മുടെ മുറിവുകളാണ് അവൻ ഏറ്റെടുത്തത്. അപ്പോൾ യേശുവിൻ്റെ മുറിവുകളോട് എന്ന് ഒരുവൾ തൻ്റെ മുറിവുകളെ സമർപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്നു, അന്ന് മാത്രമേ ഏതൊരു വ്യക്തിക്കും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ മുറിവുകൾ, യേശുവിൻ്റെ പീഡാനുഭവം, അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുറിവുകളുടെ ഭയത്തിൽ നിന്നും, മുറിവുകളുടെ സ്വാധീനത്തിൽ നിന്നും, മനസ്സിൻ്റെ ഭാരത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കുകയാണ്, നമ്മൾക്ക് സൗഖ്യം ലഭിക്കുകയാണ്. അതിനുവേണ്ടിയാണ്, ഈ സൗഖ്യത്തിന് വേണ്ടിയാണ് ഈശോ ലോകാവസാനം വരെ നമ്മോട് കൂടെ ആയിരിക്കുവാൻ വിശുദ്ധ കുർബാന നമുക്ക് നൽകിയത്. നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമ്മുടെ ഉബോധ മനസ്സിലും അബോധ മനസ്സിലും അടിഞ്ഞുകൂടിയിട്ടുള്ള കഴിഞ്ഞ കാലത്തെ ഫീലിങ്ങുകൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ പരിക്കുകൾ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് നമുക്ക് തടസ്സമാകുമ്പോൾ എന്നും യേശുവിൻ്റെ മുറിവുകളിൽ സൗഖ്യപ്പെടുവാൻ, അവനിൽ നിന്നും ജീവൻ്റെ തികവ് ലഭിക്കുവാൻ അവിടുന്ന് വിശുദ്ധ കുർബാന നൽകും. ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സൗഖ്യപ്പെടുമ്പോൾ ഓരോ രോഗിയെ സമീപിക്കുന്ന നേഴ്സും കൂടുതൽ പ്രസരിപ്പുള്ളവരായി, ഉന്മേഷമുള്ളവരായി, സന്തോഷവതികളായി മാറുന്നു. രോഗിയുടെ നേഴ്സിനോടുള്ള പെരുമാറ്റം എന്തുതന്നെ ആയാലും അതിനപ്പുറമായി ആ രോഗിയിലേക്ക് വീണ്ടും കടന്നു ചെല്ലുവാൻ, തിരസ്കരണം ലഭിക്കുന്ന തിരസ്കരണത്തിൻ്റെയും ശകാരത്തിൻ്റെയും നിസ്സഹകരണത്തിൻ്റെതും കുറ്റം പറച്ചിലിൻ്റേതുമായ രോഗികളുടെ നിഷേധാത്മകമായ സമീപനങ്ങളെ ഈ യേശുവിൻ്റെ മുറിവുകളിൽ നിന്നും ലഭിക്കുന്ന ശക്തിയിൽ നിന്നും, വിശുദ്ധ കുർബാനയിൽ നിന്നും ലഭിക്കുന്ന ശക്തിയിൽ നിന്നും വീണ്ടും ആ രോഗിയെ സമീപിക്കുവാനും ആശ്വസിപ്പിക്കുവാനും പ്രത്യാശ പകർന്നു കൊടുക്കുവാനും ധൈര്യം പകർന്നു കൊടുക്കുവാനും ഈ നേഴ്സിന് സാധിക്കുന്നത് യേശുവിൻ്റെ മുറിവുകളിൽ നിന്നും സഭയ്ക്ക് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ്, വിശുദ്ധ കുർബാനയിൽ നിന്നും സഭയ്ക്ക് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമ്മുടെ മനസ്സിൻ്റെ ഇന്നലകളിലെ ഓർമ്മകളെ, നമ്മളെ നെഗറ്റീവായി ബാധിച്ചിട്ടുള്ള വികാരങ്ങൾ, അവയിൽ നിന്നൊക്കെ വിമുക്തി നേടുവാൻ, സൗഖ്യം നേടുവാൻ യേശുവിൻ്റെ ശക്തി നമ്മിൽ ഭരിക്കുമ്പോഴാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ നിന്നും സൗഖ്യം സ്വീകരിച്ചുകൊണ്ട്, യേശുവിൻ്റെ മുറിവുകളിൽ നിന്നും സൗഖ്യം സ്വീകരിച്ചുകൊണ്ട് ഈശോ നൽകിയ ഈ അമൂല്യമായ വിളി, യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയുടെ തുടർച്ചകരായി വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത രോഗികളെ കണ്ടുമുട്ടുമ്പോൾ പ്രത്യാശ പകരുന്നവരായി, പ്രതീക്ഷ പകരുന്നവരായി, ആത്മധൈര്യം പകരുന്നവരായി, ആശ്വാസം പകരുന്നവരായി, സന്തോഷം പകരുന്നവരായി, ഈശോയുടെ സുവിശേഷം ജീവിതം കൊണ്ട് പ്രസംഗിക്കുന്നവരായി, പ്രഘോഷിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങളെയും ഈശോയുടെ മുറിവുകളിൽ നിന്ന് സൗഖ്യം ലഭിച്ച് ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പകർന്നുകൊണ്ട് കൂടുതൽ കരുത്തുള്ള രോഗി ശുശ്രൂഷകരായി മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അലക്സച്ചനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോയോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഒരു നഴ്സിൻ്റെ ജീവിതാനുഭവം ശ്രവിക്കാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലളിത. ഞാൻ ദുബായിൽ 25 വർഷം നഴ്സായി വർക്ക് ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് നാട്ടിലായിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞതെന്നും
ഈശോയെ എങ്ങനെ എൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുവെന്നും എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപ്പകാലം മുതലേ എനിക്ക് ഭക്തിഗാനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏത് ഭക്തിഗാനങ്ങളാണേലും കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പഠിച്ചിട്ട് ഒരു ടീച്ചറാകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എന്നെ ദൈവം ഒരു നേഴ്സായിട്ടാണ് തിരഞ്ഞെടുത്തത്. കാരണം പ്രീ ഡിഗ്രിക്ക് ഞാൻ തോറ്റുപോയത് കൊണ്ട് ഈശോ എന്നെ തിരഞ്ഞെടുത്ത് നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ചേർത്തു. ജെറമ്യ 1:5 ഇപ്രകാരം പറയുന്നുണ്ട്: മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. ഈശോ എന്നെ നേരത്തെ അറിഞ്ഞിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത ഒരു പ്രൊഫഷനായിരുന്നു നേഴ്സിംഗ്. പക്ഷേ എന്നെ തിരഞ്ഞെടുത്ത് ഈശോയുടെ ഹിതമാണ് നിറവേറ്റിയത്. അങ്ങനെ ഞാൻ കോട്ടയം സ്കൂൾ ഓഫ് നേഴ്സിങ്ങിന് ചേർന്നു. 77-ലാണ് ഞാൻ നേഴ്സിങ്ങിന് ചേർന്നത്. 3.5 വർഷക്കാലം ഞാൻ അവിടെ നേഴ്സിങ്ങിന് പഠിച്ച സമയത്ത് ഞാൻ പള്ളിയിലും പോകുമായിരുന്നു പ്രാർത്ഥിക്കാൻ. പള്ളിയിൽ പോകുന്നത് പാട്ട് കേൾക്കാനായിരുന്നു. ഭക്തിഗാനങ്ങൾ കേൾക്കാനാണ് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ പോയപ്പോൾ അന്ന് അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു. 10 കൽപ്പനകളാണ് അന്ന് അച്ഛൻ പ്രസംഗിച്ചത്. യോഹന്നാൻ 6:44 ഇപ്രകാരം യേശു അരുളി ചെയ്യുന്നുണ്ടല്ലോ: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ലെന്ന്. അതേ പ്രിയ മക്കളെ, യേശു എന്നെ പേര് ചൊല്ലി വിളിച്ച് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഞാൻ പള്ളിയിൽ പോകാനും എനിക്ക് ചെറുപ്പത്തിലൊന്നും ഈശോയെ ആരാണെന്നോ ഈശോയെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു അക്രൈസ്തവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ഈശോയുടെ സ്നേഹവും ആ ലാളനയുമെല്ലാം ഞാൻ വളർന്നു വന്നപ്പോൾ ഈ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അവിടുത്തെ 3.5 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അവിടെ വെച്ചും എനിക്ക് വെട്ടുകാട് പള്ളിയിൽ, ക്രിസ്തുരാജൻ്റെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നൊവേനയിൽ സംബന്ധിക്കാനുള്ള ഒരു കൃപ കിട്ടി. അവിടെ ഞാൻ ഈ പ്രസംഗം കേൾക്കാനാണ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗദിയിൽ പോകാനുള്ള ഒരു ചാൻസ് വന്നു. അത് ODPC മുഖേന ഞങ്ങൾക്ക് ഡൽഹിയിലായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്ന് ശ്രീധരായിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഒത്തിരി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ ടെലിഗ്രാം വരുന്നുണ്ട് സെലക്ഷൻ കിട്ടിയെന്ന്. അപ്പോൾ എനിക്ക് മാത്രം ഇങ്ങനെ കിട്ടാതെ വന്നപ്പോൾ, എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് കിട്ടാതെ വന്നപ്പോൾ, എനിക്ക് കിട്ടാതെ വന്നപ്പോൾ എൻ്റെ വിഷമം, കയ്യിലിരുന്ന പൈസ എല്ലാം മുടക്കി പോയിട്ട് തമ്പുരാനെ എനിക്ക് ജോലി ശരിയാകുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഫ്ലവർ അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ്, അവൾ ശ്രീധരയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു: മോളെ, നീ വിഷമിക്കണ്ട, നീ ഉണ്ണിയേശോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് സെലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിയേശോയുടെ നൊവേന എഴുതി തന്നു. ഞാനത് ഒരു ദിവസം 9 നേരം ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിച്ചു. 7 ദിവസം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. എൻ്റെ നിയോഗങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 6-ാം ദിവസം എനിക്കും സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ടെലിഗ്രാം വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണീശോട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ എനിക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ളൊരു വിശ്വാസമായി എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ സെലക്ഷൻ കിട്ടി. സൗദി അറേബ്യയിൽ മക്ക എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. ഞങ്ങൾ കൂടുതലും ക്രിസ്തീയ കുടുംബത്തിൽ വന്ന കുട്ടികളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ മാസിൻ്റെ ഓഡിയോ കാസറ്റ് ഇട്ട്, മക്കയിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. നമുക്ക് പള്ളിയോ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാനൊന്നും യാതൊരു ചാൻസും ഇല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ ഞങ്ങൾ ഓഡിയോ കാസറ്റ് മാസിൻ്റെ ഇട്ട് കേൾക്കുകയും 50 നോയമ്പ് നോക്കി കുരിശിൻ്റെ വഴിയെല്ലാം പാടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ അവരുടെ കൂടെ എല്ലാത്തിനും കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ എൻ്റെ വിവാഹം കഴിഞ്ഞു 85-ൽ. ഞാൻ ദുബായിക്ക് 89-ലാണ് വരുന്നത്. ഈ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴെല്ലാം ഉണ്ണീശോയുടെ നൊവേന പ്രാർത്ഥിക്കും. അതെല്ലാം എനിക്ക് സാധിച്ചു കിട്ടും. അങ്ങനെയായിരുന്നു എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈശോയെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈശോയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഈശോ ജീവിക്കുന്ന യഥാർത്ഥ ദൈവമാണെന്നൊന്നും എനിക്ക് അന്നും അറിയില്ല. അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞ് ദുബായിലേക്ക് വന്നു. ദുബായിൽ വന്ന് 6 മാസം എനിക്ക് ജോലിയില്ലാതെ ഞാൻ ഫ്ലാറ്റിലിരിക്കുന്ന സമയത്തും ദിവസവും ഞാൻ ഉണ്ണീശോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ജോലിക്ക് വേണ്ടി. അങ്ങനെ നവംബറിലായപ്പോഴത്തേക്കും മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ടെസ്റ്റിന് വിളിച്ചു. ഇൻ്റർവ്യൂവും കഴിഞ്ഞു. 30 പേരെഴുതിയതിൽ അതിൽ 6 പേരിൽ ഒരാളായി. വെറും കോട്ടയത്തു നിന്ന് പഠിച്ചു പോയ എനിക്ക് സെലക്ഷൻ തന്നു. അത് എൻ്റെ കഴിവല്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഉണ്ണീശോയുടെ ആ നൊവേന ചൊല്ലി ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ അനുഗ്രഹമായിരുന്നു എനിക്ക് കിട്ടിയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെലക്ഷൻ കിട്ടി തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ പോയി മാതാവിൻ്റെ അടുത്ത് തിരി കത്തിക്കണമെന്ന്. അങ്ങനെ തിരി കത്തിക്കാനും എന്നെ അനുവദിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. 1 വർഷം ആയില്ല അതിന് മുൻപ് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു സിവിയർ ഹെഡേക്ക് ഉണ്ടായി. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേക്കും തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ട്,
ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി റപ്ചറായി, പുള്ളി ഫ്ലാസിഡായി, അൺകോൺഷ്യസ് ആയി, വെൻറ്റിലേറ്ററിൽ ന്യൂറോ ICUയിൽ അഡ്മിറ്റായി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് മെഡിക്കൽ ഫീൽഡ് പറഞ്ഞു. അവർക്ക് 5% പോലും അവർക്ക് ഹോപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ വിളിച്ച് കരഞ്ഞ് എൻ്റെ ഹൃദയം ഉരുകി ഞാൻ മുട്ടുമേ നിന്ന് ഒരു ദിവസം 9 പ്രാവശ്യം ഞാൻ മുട്ടുമേ നിന്ന് ഈശോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ, എൻ്റെ ഈശോയെ എൻ്റെ ഭർത്താവിന് യാതൊരു ആപത്തും കൂടാതെ എനിക്ക് നോർമലായിട്ട് തിരിച്ചു തരണമെന്ന്. സങ്കീർത്തനം 34:18 ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അതേ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ഭർത്താവിന് മെഡിക്കൽ ഫീൽഡിന് യാതൊരു ഹോപ്പുമില്ലെന്ന് പറഞ്ഞ സമയത്ത് 100% ഹോപ്പോടുകൂടി ഈശോ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാലും മേജർ സർജറി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രീധരായിലോട്ട് വന്നു 2 മാസം കഴിഞ്ഞപ്പോൾ. അവിടെ വന്ന് ക്രേനിയോട്ടമിയും അന്യൂറിസം ക്ലിപ്പിങ്ങും ചെയ്തു. 8ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു വന്നു. അപ്പോൾ ഓപ്പറേഷന് കയറ്റുമ്പോഴും ഡോക്ടർ പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ഞങ്ങളതിൻ്റെ ഒരു ഉപകരണം മാത്രമേ ആവുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് എൻ്റെ ഭർത്താവിനെ തിയേറ്ററിൽ കയറ്റിയ സമയത്ത് ഞങ്ങൾ വെട്ടുകാട് പള്ളിയിൽ പോയി ഭർത്താവിൻ്റെ പേര് കുർബാന നടത്തി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയി. വീണ്ടും ഞങ്ങൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പ്രൈസ് ദ ലോർഡ്. ഈശോയെ എത്ര പ്രകീർത്തിച്ചാലും എത്ര സ്തുതിച്ചാലും മതിയാവാത്ത കാര്യങ്ങളാണ് ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 15 വർഷക്കാലം സന്തോഷത്തോടെ, അതിനുശേഷം ഞങ്ങൾക്കൊരു മോനുണ്ടായി. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മക്കളുമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുന്ന സമയത്ത് ഞാൻ എന്നും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന്. അത് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എതിരൊന്നുമില്ലായിരുന്നു, പക്ഷേ ഭർത്താവിന് അതിൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 15 വർഷവും സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കെ പുള്ളിക്ക് വീണ്ടും പുള്ളിയുടെ ബാക്ക് പെയിൻ, ഒരു സിവിയർ ബാക്ക് പെയിൻ ആയിട്ടാണ് വന്നത്. അത് കുറേ നാൾ നിന്നിട്ടൊന്നും മാറാതെ ഞങ്ങൾ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ ലിവർ മെറ്റാസ്റ്റാസിസ് എന്നാണ് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി. എൻ്റെ ദൈവമേ, എന്താണ് എനിക്ക് എപ്പോഴും ഈ സഹനം തരുന്നതെന്ന് ഞാൻ കർത്താവിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്ന ഉത്തരം എൻ്റെ മനസ്സിൽ എപ്പോഴും ആരോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, നീ അറിഞ്ഞ ദൈവത്തെ നിൻ്റെ കുടുംബം അറിയാൻ വേണ്ടിയാണ് ഈ സഹനമെന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ, ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഈശോ പറഞ്ഞിട്ടില്ലേ തിരുവചനങ്ങളിലൂടെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന്. വിശ്വസിക്കായികയാൽ അവരുടെ വിശ്വാസക്കുറവ് മൂലം അവിടെ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 2007 മാർച്ചിൽ എൻ്റെ 2 മക്കളെയും എന്നെയും തനിച്ചാക്കിയിട്ട് എൻ്റെ ഭർത്താവ് കടന്നുപോയി. ആ സമയങ്ങളിലൊക്കെ എൻ്റെ തകർന്ന ഹൃദയവുമായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഈശോയുടെ അടുത്ത് മുട്ടുമേ നിന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എല്ലാം ഭർത്താവിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ രാവിലെ അലാറം വെച്ച് എഴുന്നേൽപ്പിച്ച് ചായ ഉണ്ടാക്കിയിട്ട് മക്കളെയും ഭാര്യയെയും വിളിച്ചുണർത്തുന്ന ഒരു ഭർത്താവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരു ദിവസം പെട്ടെന്നില്ലാതായപ്പോഴുള്ള ആ വേദനകൾ, എൻ്റെ ശമ്പളം എനിക്ക് ATM മെഷീനിലിട്ട് കാർഡിട്ടെടുക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. ആ ഒരവസ്ഥയിൽ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് ചങ്കുപൊട്ടി ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ കാത്തു പരിപാലിക്കണമെന്ന്. അപ്പോൾ ഈശോ വചനം നൽകി എന്നെ സാന്ത്വനപ്പെടുത്തി. യേശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും എന്ന് യേശുക്രിസ്തു പറഞ്ഞ് ഈശോ എന്നെ ആശ്വസിപ്പിച്ചു. ആ വലതുകരം നീട്ടി എന്നെ താങ്ങി നിർത്തി ശക്തിയോടെ ഇപ്പോഴും ഞാൻ ഈശോയുടെ ആ സംരക്ഷണത്തിൽ കഴിയുകയാണ്, ഞാനും എൻ്റെ മക്കളും. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥമായിട്ടുള്ള ദൈവസ്നേഹം അനുഭവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തന്ന ആ സ്നേഹവും കരുണയും, അത് ഈശോയുടെ സ്നേഹവും കരുണയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നപ്പോഴാണ്. എന്നെ ശക്തിപ്പെടുത്തിയ ദൈവം, കർത്താവിൻ്റെ ആ സ്നേഹം ആ മക്കളിലൂടെ, എൻ്റെ സഹോദരങ്ങളിലൂടെ ഞാൻ അനുഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ നേഴ്സസ് മിനിസ്ട്രിയിൽ 8 വർഷം ഞാൻ ദുബായ് നേഴ്സസ് മിനിസ്ട്രിയായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്നു. ആ 8 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ, പഠിക്കാൻ, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ, ധ്യാനം കൂടാൻ, കൺവെൻഷൻസ്, ആഴ്ചകളിലുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിൽ പോകാൻ, പ്രാർത്ഥിക്കാൻ എല്ലാം ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ആ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഞാൻ വേറൊരു
വ്യക്തിയായി മാറുകയായിരുന്നു. ഈശോയുടെ സ്നേഹം എന്നിലേക്ക് ആ സഹോദരങ്ങളിൽ നിന്ന് ഒഴുക്കിയപ്പോൾ ഞാൻ വേറൊരു വ്യക്തിയായി മാറുകയായിരുന്നു. 2 കൊറിന്തോസ് 5:17 ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞാൻ അങ്ങനെ പുതിയൊരു സൃഷ്ടിയായി മാറി. അപ്പോൾ ഈശോയുടെ സ്നേഹം എന്നിലേക്ക് ഒഴുകി കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ രോഗികളിലേക്കെല്ലാം കൂടുതലായിട്ട് ഈശോയെ കൊടുക്കാനുള്ള ആ ഒരു കൃപ ദൈവം തന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഇറാഖി ഡോക്ടർ ബോംബാക്രമണത്തിൽ പുള്ളിയുടെ കാലിൻ്റെ മസിലെല്ലാം നഷ്ടപ്പെട്ട് ഫ്രാക്ചറായി ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിൽ പുള്ളി റാഷിദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയായിരുന്നു. അപ്പം ഞാനും വേറൊരു സഹോദരിയും കൂടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഡോക്ടറെ കണ്ടു. ഞങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ വ്യക്തിയെ കഴുകി സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് പോന്നപ്പോൾ ഈ ഡോക്ടർക്കുണ്ടായ അനുഭവം എൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ്: ദിവസങ്ങളായി എത്ര മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്ന, വേദന കൊണ്ട് ഞാൻ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്ന ദിവസം, ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് വന്ന ദിവസം ആ ഡോക്ടർ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോയുടെ ഒരു സ്നേഹം ഞങ്ങളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്കുകളിലൂടെയോ ആ രോഗിയിലേക്ക് ചെന്നപ്പോൾ, ഈശോയെ അറിയാത്ത ആ വ്യക്തിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഞങ്ങൾ കുറേ ദിവസങ്ങൾ ആ ഡോക്ടറെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായിട്ട് വന്ന് ചോദിച്ചത് അതാണ്: അന്ന് പ്രാർത്ഥിക്കാൻ വന്ന ആ സിസ്റ്റർ എവിടെയാണ്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ ചേച്ചിയെ ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയും ഡോക്ടർക്ക് ഒരു ബൈബിൾ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈശോയുടെ സ്നേഹം നമ്മുടെ കരങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത്, ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹം, എന്നെ വഴി നടത്തിയ ആ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ ഉള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലായിരുന്നു കൊണ്ട് ആ സഹോദരങ്ങളിലൂടെ ഉള്ള സ്നേഹത്തിലൂടെ ഞാൻ എൻ്റെ ഈശോയെ സത്യദൈവമാണെന്ന് തിരിച്ചറിയുകയും ജീവിക്കുന്ന യഥാർത്ഥ ദൈവമാണെന്ന് തിരിച്ചറിയും എൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുകയും ചെയ്തു. അതിന് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാ മക്കളോടും കടപ്പെട്ടിരിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും പോരാ, അത്രമാത്രം അവരെന്നെ ആശ്വസിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് നൽകി. പ്രൈസ് ദ ലോർഡ്. ആ ഒരു സ്നേഹം എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഈശോയുടെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ തന്നെ ഒതുക്കാതെ നമ്മളുടെ കുടുംബങ്ങളിൽ മറ്റ് മെമ്പേഴ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരിലേക്ക്, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലെ രോഗികളായിരിക്കുന്നവർ, അവരുടെ റിലേറ്റീവ്സിലേക്കെല്ലാം കൊടുക്കുവാൻ നമ്മൾ എപ്പോഴും അവരിലേക്ക് ഈശോയുടെ സ്നേഹം, അങ്ങനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈശോയുടെ സ്നേഹം എല്ലാ മക്കളിൽ നിന്നും ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവേൻ. അതേ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞാൽ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ ഈ ലോകത്തിൻ്റെ സുഖം ഉച്ഛിഷ്ടമായി കാണാൻ നമുക്ക് സാധിക്കും. ജീവനും മരണവും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ ഇഷ്ടം. നഴ്സുമാരായ നാം ജീവൻ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നമ്മുടെ രോഗികളെ, സഹപ്രവർത്തകരെ, കുടുംബത്തെ ജീവൻ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്നവരായി നാം മാറണം. അങ്ങനെ പാപത്തെയും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെയും നമുക്ക് ആട്ടിപ്പായിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ
തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.